പ്രൊഫസർ റോണി കെ ബേബി, ഈ ബില്ലിലെ പോരായ്മകൾ ഒരുപാടാണ്. ഇവിടെ ഇപ്പോൾ ജോമോൻ ചക്കാലക്കൽ മുസ്ലിം ഇതര മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഇതിന്റെ പരിധിയിലേക്ക് വരുന്നതിനൊക്കെ വളരെ വിപ്ലവകരമായ നിലപാടായി അവതരിപ്പിക്കുന്നുണ്ട്. ശരി, വിപ്ലവകരമെന്ന് നമുക്ക് അംഗീകരിക്കാം. ഒരു മറു ചോദ്യം അപ്പോൾ നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ്, ക്ഷേത്രങ്ങളുടെ വസ്തുവകകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡാണല്ലോ. ഈ ദേവസ്വം ബോർഡിന്റെ നോമിനികളെ, പ്രതിനിധികളെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നിയമസഭയാണ്. നിയമസഭയിലെ ഏതൊക്കെ സാമാജികർക്ക് അതിന് വോട്ട് ചെയ്യാം? ഹിന്ദുവായിട്ടുള്ള ആളുകൾക്ക് മാത്രം. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില മതങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ മതി എന്ന് ശഠിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യവും. അല്ലെങ്കിൽ ഇതിന്റെ ഈ ബില്ലിന്റെ തന്നെ അന്തസത്ത എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ഒരുപാട് വകുപ്പുകളുള്ള ബില്ല്, അതൊക്കെയും കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുന്നതിൽ സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നു. അതിന് കേരളത്തിൽ മറയാക്കുന്നത് മുനമ്പത്തെയുമാണ്. ഈ ഒരു ഗൂഢാലോചന, ഈ ഒരു തിരക്കഥ ഒരു പരിധി വരെയെങ്കിലും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ലേ? ഈ BJP പറയുന്ന വാദങ്ങൾക്കൊക്കെ തിരിച്ച് മറുപടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വസ്തുതകളുമായോ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ, കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹമാണ് ഈ നിയമത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത്. അദ്ദേഹം 3 തവണ പറഞ്ഞു ഇതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ പോകുന്നില്ല. ആദ്യം ലോക്സഭയിൽ പറഞ്ഞു, പിന്നീട് രാജ്യസഭയിൽ അതിന് കുറച്ചുകൂടെ വിശദീകരണം നൽകി. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂവിൽ മുനമ്പം വിഷയം സ്പെസിഫിക് ആയിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് നിയമം പാസ്സാക്കിയത് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാൻ പോകുന്നില്ല. അവർക്ക് ഇനി ആകെപ്പാട് ചെയ്യാവുന്നത് ട്രൈബ്യൂണൽ ഒരു വിധി പറയും, ആ വിധിക്കെതിരെ അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ പോകാം. ഇത് മാത്രമാണ് ഈ കിരൺ റിജിജുവോട് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ BJPയുടെ മുഴുവൻ വക്താക്കളും മുഴുവൻ നേതാക്കളും അതൊന്നുമല്ല യാഥാർത്ഥ്യം, അതൊന്നുമല്ല, ഇപ്പോൾ പരിഹരിക്കും 50 പേര് ഇപ്പൊ തന്നെ BJP ചേർന്നു. ഉടനെ തന്നെ പൂജ്യങ്ങൾ ഉടനെ ഇനി കൂടാൻ പോകുന്നു. അവസാനം പൂജ്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അതാണ് അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. കാരണം വഖഫ് നിയമം പാസ്സാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പോൾ മുൻപത്തെ ജനങ്ങൾക്ക് ഉണ്ടെന്നോ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടെന്നോ തോന്നുന്നില്ല. കാരണം ഒരു പ്രതികരണങ്ങളും ഇപ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്നുമില്ല. കാരണം അവർ മനസ്സിലായി BJP ഇത് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിയമം പാസ്സാക്കിയത് കൊണ്ട് ഇപ്പം പറയുന്നുണ്ട് സെക്ഷൻ 2A അല്ലെ എന്തോ പറഞ്ഞുകൊണ്ട് അത് ഇവിടെ JPC പോലും പിന്നെ അറിഞ്ഞിട്ടില്ല എന്താ മുനമ്പം എന്ന് പോലും. എനിക്ക് തോന്നുന്നില്ല കിരൺ റിജിജുവിന്റെ അടുത്ത് പോലും ആരാണ്ട് പറഞ്ഞു കൊടുത്ത് ഇത് മുനമ്പം എന്ന് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം തന്നെ അങ്ങനെ മാത്രം അദ്ദേഹം കോട്ട് ചെയ്തൊരു വാക്കായി ഈ മുനമ്പം മാറിയിരിക്കുക. ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട്, കാരണം ഞാൻ കോൺഗ്രസിന്റെ വാദം പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ശക്തമായി എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ വഖഫ് നിയമം പാസ്സാക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇതിന് മുഴുവൻ ഈ ആരോപണങ്ങള് ശരം ഏറ്റുവാങ്ങിയത് കോൺഗ്രസ്, മറ്റാരുമല്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദികൾ കോൺഗ്രസ്സാണ്. ഇവിടെ 95 വഖഫ് നിയമം വന്നു, ആരും കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. 2013 അമെന്റ്മെന്റ് വന്നു, അന്ന് BJP ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടികൾ യുനാനിമസ് ആയി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 2013 അമെന്റ്മെന്റ് പാസ്സാകുന്നത്. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത് വളരെ ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, BJPക്ക് ഒരു നരേറ്റീവ് ഉണ്ടാകുന്നു, അവർക്ക് കേരളം എങ്ങനെയും പിടിക്കണം, കേരളത്തിന്റെ അകത്തേക്ക് അവർക്ക് കയറണമെങ്കിൽ അവർ കഴിഞ്ഞ 10-15 വർഷം അവർ ചെയ്യാതെ മുഴുവൻ നോക്കി അവർക്ക് കേരളത്തിനകത്ത് ഒരു ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനുള്ള പിടിവള്ളി ആയിരുന്നു ഈ വഖഫ് എങ്കിൽ റോണി കെ ബേബി ഇപ്പോൾ കേരളത്തിലേക്ക് കടക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയിരുന്നല്ലോ പ്രിയങ്ക ഗാന്ധി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി? ചർച്ചയിൽ എങ്ങനെ പങ്കെടുത്തു? ആ ചോദ്യത്തിന് കെ സുധാകരൻ നൽകിയ മറുപടി എന്താണ്? BJP നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ നടപ്പിലാക്കും, ആര് പറഞ്ഞാലും എതിർക്കില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ. നിങ്ങളുടെ MP മാർ എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നത്? വീട്ടിലിരുന്നാൽ പോരെ? ഭൂരിപക്ഷമുള്ളവർ ആര് പറഞ്ഞാലും കേൾക്കില്ല, അവരെല്ലാം അങ്ങ് നടപ്പിലാക്കട്ടെ എന്നേ. നമ്മളിങ്ങനെ ഈ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവരൊക്കെ എത്രയോ തവണ വളരെ കൃത്യമായി മറുപടി പറഞ്ഞതാണ്. ഇവിടെ CPM മാത്രമേ ആ വിഷയം ഉന്നയിക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധി എവിടെ പോയി, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വിഷയമാണ്. പ്രൊഫസർ റോണി കെ ബേബി, കെ സുധാകരൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബിൽ പാസ്സാകും, അതിനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷ സ്വരം ഉയർത്തുക, അതിന്റെ ലീഡർഷിപ്പിലുള്ള ആളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിലേക്ക് കടന്നു കയറാനുള്ള നീക്കമാണെന്ന് അങ്ങ് പറയുന്നു. കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അവർ അതിന്റെ എതിരഭിപ്രായം പറയണ്ടേ? ഇത് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പറയണ്ടേ? അത് പറയാതെ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ആര് പറഞ്ഞാലും BJP പിന്മാറില്ല എന്ന് പറയുന്ന വാദം അതെങ്ങനെ നിലനിൽക്കുന്നതാണ്? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു MP മാരും പാർലമെന്റിൽ പോകണ്ടെന്നേ. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, അവരെല്ലാം പാസ്സാക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇപ്പോൾ ഈ മുനമ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ വഖഫ് നിയമത്തില് ഈ പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒന്നും കോൺഗ്രസിന്റെ ഒരു ശബ്ദവും ഉയർന്നില്ല.
കോൺഗ്രസിന് ഒരു പ്രതികരണം ഉയർന്നില്ലെന്നാണോ ഇവിടെ ഇപ്പോൾ പറഞ്ഞു അല്ലല്ല, ഒരിക്കലുമല്ല. കോൺഗ്രസ് ആ വിഷയത്തിൽ പാർലമെന്റിൽ സ്വീകരിച്ച നിലപാടിനെ അഭിനന്ദിക്കുന്നു. എംപിമാർ ഉന്നയിച്ച ചോദ്യങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനെയൊക്കെ അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അതൊന്നുമല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആ വിഷയം ഉയർത്തുമ്പോഴുള്ള നറേറ്റീവ് തന്നെ മറ്റൊന്നാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഈ രാജ്യത്തെ മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള, മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള ബില്ലാണ് അതെന്ന് പറയാനുള്ള ആർജവം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ല. അത് വളരെ വലിയ പ്രശ്നമാണ്. അത് നമ്മൾ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നടപ്പിലാകുമല്ലോ എന്നോ മറ്റു നേതാക്കൾ പറഞ്ഞല്ലോ എന്നുള്ള ന്യായീകരണത്തിലൊന്നും ഒതുങ്ങുന്ന വിഷയമല്ല അത്. പ്രൊഫസർ റോണി കെ ബേബി, ഈ നമ്മള് ദേവി ഇത് ഈ മുൻപം വിഷയത്തിൽ നിന്നും വഴിതെറ്റി പോകലെന്നാണ് എന്റെ പിന്നെ ഒരു സെന്റൻസ് മറുപടി കൊണ്ട് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. ഇന്ത്യയിലെ 21 കോടതികളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ RSS കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. BJPയുടെയും അവരുടെ വിദ്വേഷ രാഷ്ട്രീയത്തെയും എതിർത്തതിന് പേരിൽ ലോക്സഭാ അംഗത്തിൽ പോലും നഷ്ടപോയ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഈ വഖഫ് വിഷയത്തിൽ അദ്ദേഹം ലോക്സഭയിൽ 2 വാക്ക് പറഞ്ഞില്ല എന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഒരു കുറവായിട്ടൊന്നും പരിഗണിക്കേണ്ട. അത് വളരെ കൃത്യമായി അദ്ദേഹം മറ്റ് ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തിന് സമയം കൂടി കൊടുത്തു. കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതിയിൽ പോലും ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വഖഫ് നിയമത്തില്. ഇനി നമുക്ക് ഈ മുൻപം വിഷയത്തേക്ക് വരാം. ഈ മുൻപം വിഷയത്തിൽ ഏതെങ്കിലും BJPയുടെ കാപട്യം ഇവിടെ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടു. BJPക്ക് ഇപ്പൊ ഒന്നും അതിൻ്റെ അത് പറയാനില്ല. കഴിഞ്ഞ ദിവസം പോലും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇനി പ്രക്ഷോഭത്തിന് ഞങ്ങൾ പോകാൻ പോവുക. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം കേരള ജനത ചോദിക്കും. അധികം ദിവസമൊന്നും വേണ്ട, മുൻപത്തെ ജനം തന്നെ ഈ BJP നേതാക്കളെ കഴിഞ്ഞ ദിവസം ഇവരെ മാലയിട്ട് സ്വീകരിച്ചെങ്കിൽ ഇനി ചൂലുകൊണ്ട് ഈ BJP നേതാക്കളെ അടിച്ചോടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പോവുക. ജനം ചോദിക്കും എവിടെ അല്ല നിയമം പാസ്സായില്ല, എന്തുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല? നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യും. BJP സംസ്ഥാന പ്രസിഡന്റിന് പോലും പറയാൻ പറ്റുന്നില്ല ഈ വഖഫ് നിയമം അതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് ഇവിടെ ഈ വിഷയം ഒരു ബഹുമാനപ്പെട്ട ശ്രീ ജോമൻ ഞാൻ ഉദ്ധരിക്കുന്നത്